നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി എൻ വാസുവിനെ പൂട്ടാൻ SITയുടെ മിന്നൽ നീക്കം. വാസുവിനെ സംരക്ഷിക്കാനുള്ള ചില ഉന്നത CPM നേതാക്കളുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് വാസുവിന്റെ അറസ്റ്റിലേക്ക് SIT സംഘം നീങ്ങുന്നത് എന്ന സൂചനകൾ പുറത്തു വരുന്നു. SITയുടെ നിർണായകമായ റിപ്പോർട്ട് ഉടൻ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരം വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസിൽ ഇതുവരെ 4 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. എന്നിട്ടും മൂന്നാം പ്രതിയായ സ്വർണ്ണക്കൊള്ളയുടെ പ്രധാനപ്പെട്ട സൂത്രധാരനായ വാസുവിന്റെ അറസ്റ്റ് ഇതുവരെ നടന്നില്ല. പിണറായി വിജയന്റെ അതിവിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എൻ വാസുവിനെ സംരക്ഷിക്കാനുള്ള നീക്കം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. കേവലം ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ താല്പര്യങ്ങളെ മറികടന്നുകൊണ്ട് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അതേസമയം കേന്ദ്ര ഏജൻസികൾ സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ എത്തുമെന്നുള്ള ചില സൂചനകളും പുറത്തു വരികയാണ്. കഴിഞ്ഞ തവണ ഇടക്കാല റിപ്പോർട്ട് പരിഗണിക്കുന്ന വേളയിലാണ് അന്താരാഷ്ട്ര ഗൂഢാലോചന, സ്വർണ്ണക്കൊള്ളയിലെ അന്താരാഷ്ട്ര ഗൂഢാലോചനയെ കുറിച്ച് ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചത്. ഇതിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, ഇതിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടോ, ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നായിരുന്നു SITക്ക് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. അതിന് പിന്നാലെയാണ് സുഭാഷ് കപൂർ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാരന് ശബരിമലയിലെ സ്വർണം തട്ടിയെടുത്ത കേസിൽ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള സംശയം പുറത്തു വരുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥരൊക്കെ തന്നെ ഈ സുഭാഷ് കപൂറിന്റെ ഇടനിലക്കാരും അവരുടെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമാണ് എന്നുള്ള ചില സൂചനകൾ വന്നിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ കേന്ദ്ര ഏജൻസികൾ തന്നെ ആദായനികുതി വകുപ്പിന്റെയും EDയുടെയും സംഘം സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് അന്വേഷിക്കാൻ എത്തുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തന്നെ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ കേന്ദ്ര സർക്കാരിന് മേൽ CBI അന്വേഷണത്തിനായുള്ള സമ്മർദ്ദം ചെലുത്തുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പ്രധാനപ്പെട്ട പ്രചരണ ആയുധമാക്കി മാറ്റാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അത് സജീവമായി നിലനിർത്തുകയും സ്വർണ്ണക്കൊള്ള വിവാദം നിലനിർത്തുകയും വേണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിലുള്ള കേരള പോലീസിലെ ഒരു SP അന്വേഷിച്ചാൽ ഒരിക്കലും സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തില്ല. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ആരോപണ വിധേയരാണ്. ഈ CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്ന ഘട്ടത്തിലാണ് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നത്.